ഡാ അബി, എഴുന്നേക്കടാ, സമയം ഒരുപാടായി. ഓഫ്, ഒരു 5 മിനിറ്റ് കൂടി, ഞാൻ ഉറക്കത്തിൽ പറഞ്ഞു. അത് ശരി, സമയം എത്രയാണെന്നാ നിന്റെ വിചാരം? ഒന്നുകൂടി കുലുക്കി വിളിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു. ഞാൻ എഴുന്നേക്കാൻ ഒരു ഉദ്ദേശമില്ലെന്ന് കണ്ടപ്പോൾ അവൾ എൻ്റെ പുറത്തൂടി ഒന്നൊന്നര അടി തന്നു. ഉറക്കത്തിൽ അടി കിട്ടിയ സുഖത്തിൽ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കണ്ണീന്ന് പൊന്നിച്ചു തന്നെ പറന്നു. ഞാൻ കണ്ണു തിരുമ്മി അവളെ നോക്കിയപ്പോൾ അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഓടുന്നതാണ് ഞാൻ കണ്ടത്. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് താഴേക്ക് ഓടുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. കുരുപ്പിൻ്റെ ഒരു കുട്ടിക്കളി കുറച്ച് കൂടുന്നുണ്ട്. ഇവളെ അങ്ങ് തീർത്താലോ? ഞാൻ ചുമ്മാ മനസ്സിൽ ആലോചിച്ചു. ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് കണ്ണാടിന് മുന്നിലേക്ക് നടന്നു. എന്നിട്ട് കണ്ണാടിയിൽ ഞാൻ എന്നെ തന്നെ മൊത്തത്തിലൊന്ന് നോക്കി. അതെ, ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് അഭിഷേക്. അടുപ്പമുള്ളവർ എന്നെ അഭി എന്ന് വിളിക്കും. എനിക്കിപ്പോൾ 22 വയസ്സായി. എൻ്റെ വീട് എറണാകുളത്താണ്. 3 വർഷത്തെ കോളേജ് ജീവിതം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നും ഇന്നലെയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കാനായിരുന്നു എൻ്റെ തീരുമാനം. അതിനുവേണ്ടി അവിടെ ചില ഇൻ്റർവ്യൂകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാ തീരുമാനവും തെറ്റിച്ചുകൊണ്ടായിരുന്നു അച്ഛൻ കഴിഞ്ഞ ആഴ്ച തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ പറഞ്ഞ് എന്നെ വിളിച്ചത്. എന്താണ് സംഭവം എന്നറിയാൻ ഞാൻ പല പ്രാവശ്യം ചോദിച്ചെങ്കിലും അതിന് മറുപടിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലെ ജീവിതം നിർത്തി വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞാൻ കണ്ണാടിയിൽ എൻ്റെ മുഖമൊന്ന് ശ്രദ്ധിച്ചു. താടിയൊക്കെ പല ഭാഗത്തേക്കും വന്നിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഒരു മെനയില്ല. ഇതൊക്കെ ഒന്ന് വടിച്ചു കളഞ്ഞാലോ? ഞാൻ എൻ്റെ താടിയിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് ആലോചിച്ചു. അല്ലെങ്കിൽ വേണ്ട, ആരെ കാണിക്കാനാ? സത്യം പറയാലോ, എന്നെ കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ബാംഗ്ലൂരിലായിരുന്നപ്പോൾ പലപ്പോഴും പലരുടെ നോട്ടം എന്നെ കീറി മുറിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം അത്രയൊന്നും നല്ലതല്ലാത്തതുകൊണ്ട് ആരും എൻ്റെ അടുത്തേക്ക് വരില്ലായിരുന്നു. സ്വഭാവത്തിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. അങ്ങനെ കണ്ണാടിയിൽ നോക്കി എൻ്റെ സൗന്ദര്യം ഞാൻ തന്നെ ആസ്വദിക്കുമ്പോഴാണ് താഴെ നിന്നും അടുത്ത വിളി വന്നത്. എടാ അബി, നീ അവിടെ എന്തെടുക്കാ? അമ്മയായിരുന്നു ആ ചോദിച്ചത്. ആ, ഇത് വരുന്നു അമ്മേ. ഞാൻ മറുപടി നൽകി നേരെ ബാത്റൂമിൽ കയറി പല്ല് തേച്ച് ഒന്ന് ഫ്രഷായി. എന്നിട്ട് റൂമിൽ നിന്നും ഒരു ഷർട്ട് എടുത്തെടുത്ത് നേരെ താഴേക്ക് പോയി. ഞാൻ നേരെ ഹാളിലെത്തിയപ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടാമല്ലേ? ആദ്യം തന്നെ ഇരിക്കുന്നത് രാജീവൻ, അഥവാ എൻ്റെ അച്ഛൻ. പുള്ളിക്ക് നാട്ടിൽ അല്ലറ ചില്ലറ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. പോരാത്തതിന് ഒരു ഫാൻസി ഷോപ്പും. കുടുംബത്തിലെ മെയിൻ വരുമാനം തന്നെ അച്ഛനാണ്. രണ്ടാമതായി ഇരിക്കുന്നത് സുനിത, അഥവാ എൻ്റെ അമ്മ. പുള്ളിക്കാരി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അവിടുത്തെ ഏതൊരു സെക്ഷൻ മാനേജറാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർ അറിഞ്ഞപ്പോൾ പിടിച്ച് കെട്ടിച്ചു വിട്ടു. കാരണം അച്ഛന് പണ്ട് മുതലേ ആവശ്യത്തിന് കാര്യപ്രാപ്തിയും കുടുംബം നോക്കാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും വെച്ച് നീട്ടണ്ടെന്ന് അവരും വിചാരിച്ചു കാണും. അടുത്തതാണ് അർച്ചന, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും ആദ്യത്തെ ട്രോഫി. പുള്ളിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ കുറച്ചധികം ദേഷ്യക്കാരെയാണ്. കുടുംബത്തിലെ മൂത്ത സന്തതി എന്ന രീതിയിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പക്വതയായാലും വീട്ടിലെല്ലാവർക്കും അവൾക്ക് അത്യാവശ്യം ബഹുമാനം കൊടുക്കാറുണ്ട്. പോരാത്തതിന് എൻ്റെ മറ്റ് 2 ചേച്ചിമാർക്കും പുള്ളിക്കാരിയെ നല്ല പേടിയാണ്. ചേച്ചി അമ്മയുടെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചേച്ചിയെക്കുറിച്ച് പറയാം. പേര് അപർണ. വീട്ടിൽ ഞങ്ങൾ അപ്പു എന്ന് വിളിക്കും. എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് അപ്പുവാണ്. പുള്ളിക്കാരി മൊത്തത്തിൽ വേറൊരു വൈബാണ്. അർച്ചന ചേച്ചിയുടെ പ്രധാന തലവേദനയാണ് അപ്പു. അർച്ചന ചേച്ചിയുടെ നേരെ ഓപ്പോസിറ്റാണ് അപർണ ചേച്ചിയുടെ കാര്യം. വളരെ അലസമായൊരു ജീവിതം. ഉത്തരവാദിത്തം എന്നാൽ എന്താണെന്ന് പോലും ആ പാവത്തിന് അറിയില്ല. കോളേജൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ കോഴ്സ് പഠിച്ചിരുന്നു. ഇപ്പോൾ ഒന്നിനും പോവാതെ വീട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അമ്മ പലവട്ടം കമ്പനിയിലേക്ക് ഒരു ജോബ് ശരിയാക്കി കൊടുത്താണ്. പക്ഷെ ചേച്ചിക്ക് അതിന് താല്പര്യമില്ലത്രേ. ഇപ്പോൾ വീട്ടുകാരെ ഓസി ജീവിച്ചു പോകുന്നു. ഇനി എൻ്റെ
മൂന്നാമത്തെ ചേച്ചിയെക്കുറിച്ച് പറയാം. എന്നെക്കാളും 2 വയസ്സിന് മൂത്തതാണ്. അശ്വതിയും ഞാനും അവളും തമ്മിൽ നല്ല രീതിയിൽ തന്നെ കൂട്ടായിരുന്നു. 3 വർഷം മുമ്പ് വരെ. കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അമ്മയുടെ കൂടെ അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിക്കാരിക്ക് 3 വർഷം മുമ്പ് നല്ല കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായി നല്ല ഗൗരവത്തിലാണ് കക്ഷി. ബാക്കിയൊക്കെ ഞാൻ പോകെ പോകെ പറയാട്ടോ. അങ്ങനെ ഞാനൊരു ചെയറിൽ കയറിയിരുന്നു. ആ വന്നോ? അമ്മയായിരുന്നു അത്. കുറച്ച് കലിപ്പിലാണ്. ഞാനൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാനാ, ഇന്നലെ ട്രെയിനിൽ വന്നതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അത് വിട്, എന്താ കഴിക്കാനുള്ളത്? ഞാൻ നേരെ ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു. വാവ്, മുട്ടയും പത്തിരിയും. ഞാൻ 2-3 പത്തിരിയും മുട്ടക്കറിയും എടുത്ത് കഴിക്കാൻ തുടങ്ങി. സത്യം പറയാലോ, ആദ്യം കഴിച്ചപ്പോൾ തന്നെ സ്വർഗം കിട്ടിയൊരു സന്തോഷമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ബാംഗ്ലൂരിലെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് വായുടെ രുചിയൊക്കെ നന്നായി പോയിരുന്നു. ഞാൻ വെക്കേഷന് പോലും വീട്ടിലേക്ക് വരാറില്ലായിരുന്നു. അതിൻ്റെ ദേഷ്യമാണ് എല്ലാവർക്കും. അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ സമയമാകുമ്പോൾ പറയാം. ഇനി എന്താ നിൻ്റെ പ്ലാൻ? അച്ഛനാണ് അത് ചോദിച്ചത്. അത് ഞാൻ ബാംഗ്ലൂരിൽ തന്നെ ഇനി നീ അങ്ങോട്ടൊന്നും പോണില്ല. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഒരു പ്രാവശ്യം എവിടെ നിന്നും മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു വിട്ടതാ. പിന്നെ ഇവിടെ ഉള്ളവരെക്കുറിച്ച് അവനൊരു ചിന്തയില്ല. അമ്മ തുടങ്ങി. ഞാൻ തല താഴ്ത്തി ഫുഡ് കഴിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. നീ ഒന്നും മിണ്ടാതിരുന്നേ, അവനിപ്പോൾ ഇങ്ങ് വന്നില്ലേ? അച്ഛൻ അമ്മയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഇനി എൻ്റെ പൊന്നുമോൻ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്ക് കേട്ടോ. ഞാൻ ദയനീയമായി അച്ഛനെ നോക്കി. നമ്മളില്ലേ എന്ന ഭാവത്തിൽ പുള്ളി ഇരിക്കുകയാണ്. തന്തപ്പടി തേച്ചു. എൻ്റെ നോട്ടം നേരെ അശ്വതിയുടെ മുഖത്തേക്ക് പോയി. അവൾ എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് മുഖം മാറ്റി. ഇവൾക്കെപ്പോഴും ഒരു മാറ്റവും ഇല്ലേ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ ഹോളിലെ സോഫയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ ഈ ചീത്തയൊക്കെ കേൾപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ? അച്ഛൻ എൻ്റെ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, നിൻ്റെ അമ്മ എനിക്കൊരു സൗകര്യം തന്നിട്ടില്ല, അതുകൊണ്ടാ. പിന്നെ അവൾ പറഞ്ഞതിലും തെറ്റൊന്നുമില്ല. നീ ഇവിടെ നിന്ന് പോയിട്ട് വല്ലപ്പോഴുമല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത് പോലും. അത് പിന്നെ ഞാൻ എൻ്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് കൊടുക്കായിരുന്നില്ലേ. ഞാനൊരു നമ്പർ ഇട്ട് നോക്കി. കോപ്പാണ് അവൻ്റെ ഒരു സ്റ്റഡീസ്. നീ ഇവിടെ നിന്ന് പോയപ്പോൾ അങ്ങ് പുണ്യാളനായൊന്നുമില്ലല്ലോ. നിൻ്റെ അവിടുത്തെ ചില വിശേഷമൊക്കെ എനിക്കറിയാം. എന്നെക്കൊണ്ട് നീ ഒന്ന് പറയിപ്പിക്കണ്ട, അച്ഛൻ പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് ഇളിച്ച് കാണിച്ചു. അല്ല അച്ഛ, അതൊക്കെ പോട്ടെ, എന്തിനാ ഇത്ര അർജൻറ്റായി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? എടാ അത് പിന്നെ അച്ഛൻ ഒന്ന് പരിഭ്രമിക്കുന്നതായി എനിക്ക് തോന്നി. ഇങ്ങോട്ടൊന്ന് പറയോ? എടാ അശ്വതി പിന്നെയും സ്വപ്നം കാണാൻ തുടങ്ങി. അച്ഛൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ശരീരം മരവിക്കുന്ന പോലെ തോന്നി. 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നു. ഞാൻ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കുറച്ച് ദിവസങ്ങൾ. ഇപ്പോൾ അശ്വതി എന്നോട് സംസാരിക്കാത്തതിനും ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാനും കാരണമായ ചില കാര്യങ്ങൾ. അതിന് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ അവൾ ഓക്കെ ആയിരുന്നല്ലോ. ആയിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾ വീണ്ടും ആ സ്വപ്നം കാണാൻ തുടങ്ങി എന്നാണ് അവൾ ഞങ്ങളോട് പറയുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു. എന്നിട്ടെന്താ, നിൻ്റെ അമ്മയ്ക്ക് അത് തന്നെ ധാരാളമായിരുന്നു. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ആ ശങ്കരൻ നമ്പൂരുടെ അടുത്ത് പോയി. അവളുടെ പ്രശ്നമൊത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. പക്ഷെ ആൾക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നെയോ? എന്നെ എന്തിനാ അങ്ങേര് കാണുന്നത്? ഞാനത് കേട്ടപാടെ അച്ഛനോട് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. അയാളത് പറഞ്ഞപ്പോൾ തന്നെ നിൻ്റെ അമ്മ അതിന് സമ്മതിച്ചു. അല്ല, അയാളിപ്പോൾ എന്തിനാ എന്നെ കാണുന്നേ? വല്ല പരിഹാരം എന്തെങ്കിലും കാണാനാവും. ഞാൻ അതും ഇതൊക്കെ ആലോചിച്ചു. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. നാട്ടിലെക്കുറിച്ച് വിശേഷങ്ങളും മറ്റും പറഞ്ഞിരുന്നു. സമയം രാവിലെ 11 മണി. വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാനത് പുറത്തു പോകാമെന്ന് വിചാരിച്ചു.
ഞാൻ നേരെ എൻ്റെ കൂട്ടുകാരൻ അങ്കിളിൻ്റെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ കൂടെ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന ആളാണ്. കോളേജ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് മാറി. ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ അഖിലുമായി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ വീട്ടിലെത്തി. ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് അവൻ്റെ അമ്മയായിരുന്നു, ഗൗരി ആൻറ്റി. അയ്യോ, ആരാ ഇത്? അവർ അതും പറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ തിരിച്ചു. എത്ര നാളാടാ നിന്നെ ഒന്ന് കണ്ടിട്ട്, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അവരുടെ ചോദ്യം കേട്ട് ഞാൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്ത് ചെയ്യാനാ ആൻറ്റി, അവിടുത്തെ ഫുഡൊന്നും അങ്ങനെ ശരിയാവുന്നില്ല. അയ്യോടാ പാവൻ്റെ മോൻ, അവർ അതും പറഞ്ഞ് ഒന്ന് ചിരിച്ചു. അല്ല ആൻറ്റി, അവനെവിടെ? ഇന്ന് ഞായറാഴ്ച അല്ലേടാ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, റൂമിലുണ്ട്. അത് ശരി, ഈ ചെക്കൻ ഇതുവരെ നന്നായില്ലേ? എവിടെന്ന്? 10 ഗുണം 10 ഗുണം ആൻറ്റി പറഞ്ഞു. ആൻറ്റി എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. എടാ, അവൻ്റെ അച്ഛൻ്റെ അതേ ശീലങ്ങളാണ് അവനും. രണ്ടുപേരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അതും പറഞ്ഞ് അവരൊന്നുകൂടി ചിരിച്ചു, കൂടെ ഞാനും. അവരെന്നെ വീടിൻ്റെ അകത്തേക്ക് വിളിച്ചു. ഞാൻ അവരുടെ പുറകെ അകത്ത് കയറി. എൻ്റെ വീട് പോലെ തന്നെ വളരെ മനോഹരമായൊരു വീട് തന്നെയാണ് അഖിലിൻ്റെയും. ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. അല്ല, ഇവിടെ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ എനിക്കവിടം അഖിലിൻ്റെ അത്രയും തന്നെ സ്വാതന്ത്ര്യമുണ്ട്. ഗൗരി ആൻറ്റിയും ചന്ദ്രൻ അങ്കിളും എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ എന്നതിലുപരി മകനായിട്ടാണ് കാണുന്നത്. ആൻറ്റി എനിക്ക് ചായ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് എൻ്റെ അടുത്തിരുന്ന് എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞാനും അതിന് മറുപടി പറഞ്ഞിരുന്നു. പിന്നെ കളിച്ചിരിയൊക്കെയായി. അപ്പോഴാണ് മുറിയിൽ നിന്നും അഖിൽ ഇറങ്ങി വരുന്നത്. ഞാൻ അവനെ നിന്ന് നോക്കി. ഒരു ഷോർട്സാണ് അവൻ്റെ വേഷം. മുകളിൽ ഷർട്ടൊന്നുമില്ല. മുടിയും താടിയൊക്കെ അലങ്കോലമായി കിടക്കുന്നു. അവൻ എന്നെ കണ്ടതും ഒന്ന് നിന്നു. എന്നിട്ട് കുറച്ചു നേരം എന്നെ അടിമുടി ഒന്ന് നോക്കി. എന്ത് കോലാടിയത്? അവൻ എന്നെ ഒന്ന് ആക്കി പറഞ്ഞു. നമ്മൾ പിന്നെ നല്ല കോലത്തിലാണല്ലോ അല്ലേ? ഞാൻ തിരിച്ചടിച്ചു. ഞാൻ പറഞ്ഞത് കേട്ട് അവൻ അവനെ തന്നെ ഒന്ന് നോക്കി. എന്നിട്ട് ഒന്ന് ഇളിച്ച് കാണിച്ചു. മോൻ കിണിക്കല്ലേ, പോയി ഫ്രഷായി വാ, ഒന്ന് പുറത്ത് വരെ പോകണം, ഞാൻ പറഞ്ഞു. ഓക്കേടാ, ഒരു 5 മിനിറ്റ്. അതും പറഞ്ഞ് അവൻ ബാത്റൂമിൽ കയറി. സ്വാഭാവികമായും 5 മിനിറ്റ് അരമണിക്കൂറായി. ഡാ തേണ്ടി, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാടാ. പോസ്റ്റ് അടിച്ച് മനുഷ്യൻ്റെ ക്ഷമയൊക്കെ പോയിരുന്നു. ആ കഴിഞ്ഞടാ, വരുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വന്നു. പോകാം. വണ്ടി എടുക്ക്. ഞാൻ എൻ്റെ ബൈക്കിൻ്റെ കീ അവൻ എറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആൻറ്റി, ഞങ്ങൾ ഇറങ്ങുക, ഞാൻ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ വീടിന് പുറത്തിറങ്ങി വണ്ടിയെടുത്ത് ടൗണിലേക്ക് പോയി. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സമയം ഒരുപാടായി. എടാ, നിനക്ക് വിശക്കുന്നുണ്ടോ? അഖിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു. ഏയ്, എന്നാലേ എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും മേടിച്ചാടാ, അവൻ പറഞ്ഞു. തോന്നി. വണ്ടി എന്തായാലും ഏതെങ്കിലും ഹോട്ടലിലേക്ക് വിട്, എപ്പോൾ വിട്ടെന്ന് ചോദിച്ചാൽ മതി. അവൻ വണ്ടി കുറച്ച് സ്പീഡിലെടുത്തു. ഞങ്ങൾ റോയൽ പാലസ് റെസ്റ്റോറൻറ്റിലെത്തി. വാവ്, നൊസ്റ്റാൾജിയ, അവൻ എന്നെ നോക്കി പറഞ്ഞു. അതെ അതെ, കയറി വാ, വയറ് തന്തയ്ക്ക് വിളിക്കുന്നു. അവൻ അതും പറഞ്ഞ് ഹോട്ടലിനകത്തേക്ക് കയറി. ഞാനും അവൻ്റെ കൂടെ നടന്നു. സുരേന്ദ്രേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? കടയിലെ ക്യാഷറായിരിക്കുന്ന ചേട്ടനെ നോക്കി അഖിൽ ചോദിച്ചു. സുഖം തന്നെ മോനെ. മോൻ എവിടെയാ? നിന്നിപ്പോൾ കാണാൻ കിട്ടുന്നില്ലല്ലോ. തിരക്കല്ലേ ചേട്ടാ, അതുകൊണ്ടാ ഇതുവഴിയൊന്നും വരാൻ പറ്റാത്തെ. അയാൾ ഒന്ന് മൂളി. എന്നിട്ട് എൻ്റെ നേരെ നോക്കി. നീ എപ്പോൾ വന്നടാ എന്ന് ചോദിച്ചു. ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് ഇന്നലെ വന്നേ ഉള്ളെന്ന് പറഞ്ഞു. സുഖമല്ലേ നിനക്ക്? ആ സുഖവാ. ആ, നിങ്ങൾ വിശേഷമൊക്കെ പിന്നെ ചോദിച്ചോ. ഇപ്പോൾ ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്? എനിക്കത് കേട്ടപ്പോൾ തന്നെ ചിരി വന്നു. അവന് നന്നായി വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എടാ, ചിക്കൻ മന്തി മാത്രമേ ഉള്ളൂ, അതെടുക്കട്ടെ? സുരേന്ദ്രേട്ടൻ ചോദിച്ചു. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി, മീൻവണ്ടിക്ക് മുന്നിൽ കാണുന്ന പൂജയെ പോലെ. ആ, ഒരു ഹാഫ് മന്തി എടുത്തോ ചേട്ടാ. ആ ശരി. ഞങ്ങൾ അവിടുത്തെ ഒരു ടേബിളിൽ പോയിരുന്നു. അങ്ങനെ ഫുഡ് വന്നു.
ഞാനും അവനും അത് കഴിക്കാൻ തുടങ്ങി. പണ്ട് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ സ്ഥിരമായി വരാറുള്ള സ്ഥലമാണിത്. കാരണം കോളേജിൻ്റെ ഏറ്റവും അടുത്തുള്ള ഹോട്ടലാണിത്. പിന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡും. എടാ, നീ ഇനി എന്നാ തിരിച്ചു പോണേ? അഖിൽ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു. ഓ, ഇനി പോക്കൊന്നും ഉണ്ടാവില്ലടാ, ഞാനൊരു താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. അതെന്താ? നീയല്ല പറഞ്ഞേ അവിടെ ഒരു ജോബ് നോക്കുന്നുണ്ടെന്നൊക്കെ. ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പഴം പുഴുങ്ങിയ പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ, അവൻ കുറച്ച് ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ഒന്ന് പയ്യെ പറയടാ, ആരെങ്കിലും കേൾക്കും. ഞാൻ ചുറ്റുമൊന്ന് നോക്കി. ഭാഗ്യം ആരും കേട്ടിട്ടില്ല. എന്നാ പറ, എന്താടാ സംഭവം? എടാ, അത് അമ്മ വീട്ടിൽ മൊത്തം സീനാണ്. ഇനി കുറച്ചു കാലം വീട്ടിൽ തന്നെ നോക്കാൻ. അതെന്തിനാ? എടാ, ഞാൻ കുറച്ചു കാലമായി വീട്ടിലേക്കൊന്നും വരാറില്ലല്ലോ. പിന്നെ കഴിഞ്ഞ 6 മാസമായി ഞാൻ അങ്ങനെ അധികം വിളിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അതിൻ്റെ ദേഷ്യമാണ്. ഓ, അതിന് ഞാൻ അവരുടെ കൂടെ നിൽക്കൂ. അവൻ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു. അതെന്താടാ? പിന്നെ അല്ലാതെ, നിനക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ നിനക്കൊന്ന് വിളിച്ചാലെന്താ? അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ എന്നോട് ചോദിച്ചു. എടാ, അത് നീ ഒന്നും പറയണ്ട, തെറ്റൊക്കെ നിന്റെ ഭാഗത്ത് തന്നെയാ. എന്തെങ്കിലും ചെയ്ത് സുനിതാൻ്റെ ഉടക്കൊക്കെ മാറ്റാൻ നോക്ക്. അവൻ അതും പറഞ്ഞ് നിർത്തി. പിന്നെ അങ്ങനെ സംസാരമൊന്നും ഉണ്ടായില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നിറങ്ങി. അവനെ അവൻ്റെ വീട്ടിലാക്കി. എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. ഞാൻ വണ്ടി നിർത്തി വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ അപ്പു ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതും അവൾ മുഖം കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു. ഇവൾക്കെന്താ വയ്യേ? ഞാൻ ചിന്തിച്ചുകൊണ്ട് തിരിയുമ്പോഴേക്കും ഒരു വിളി വന്നു. ഡാ. ഞാൻ തിരിഞ്ഞു നോക്കിയതും അമ്മയാണ്. പുള്ളിക്കാരുടെ മുഖം കണ്ടാൽ അറിയാം അത്ര നല്ല സുഖത്തിലല്ല എന്ന്. നീ ഇത്രയും നേരം എവിടെ ആയിരുന്നടാ? അത് ഞാനൊന്ന് അഖിലിൻ്റെ കൂടെ പുറത്തു പോയതാ. ഇത്ര നേരമോ? അത് അവന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഓ, അപ്പോൾ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അവൻ്റെ വീട്ടിൽ പോയി അങ്ങ് പാർക്കാറുന്നില്ലേ? അതും പറഞ്ഞ് അമ്മ കുറച്ച് ദേഷ്യത്തിൽ അകത്തേക്ക് പോയി. ഇവിടെ എന്താ ഇത്ര പ്രശ്നം? ഞാൻ പണ്ട് ഇതിനും വൈകി വന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും ഇല്ലാത്ത ദേഷ്യവും ഡയലോഗും. ഞാനൊന്ന് തിരിഞ്ഞ് അപ്പുവിനെ നോക്കി. എന്താ ഇവിടെ ശരിക്കും പ്രശ്നം? ഞാൻ അതും ചോദിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എടാ, നീ ഇത്ര പൊട്ടനാണോ? അതെന്താ? നിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാ ഞങ്ങൾ കാണുന്നേ. നീ പോയ പിന്നെ ഇവിടെ ആരും അങ്ങനെ അത്ര വലിയ സുഖത്തിലൊന്നും അല്ലായിരുന്നു. അവൾ പറയാൻ തുടങ്ങി. അവളുടെ വാക്കുകളിൽ ചെറിയ സങ്കടമുള്ളതായി എനിക്ക് തോന്നി. അമ്മയ്ക്കായിരുന്നടാ ഏറ്റവും സങ്കടം. അമ്മയുടെ ഫേവറേറ്റ് അല്ലായിരുന്നു നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് മുമ്പുണ്ടായിരുന്ന കളിയും ചിരിയും ഒന്നും ഞങ്ങൾ ആരും അമ്മയിൽ നിന്നും കണ്ടിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു സമാധാനം നിൻ്റെ ഫോൺ വിളി മാത്രമായിരുന്നു. ഇപ്പോൾ കുറച്ച് മാസമായി അതും ഇല്ലല്ലോ. നീ തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീ വന്നിട്ട് ഞങ്ങളോടൊക്കെ ഒന്ന് മര്യാദക്ക് മിണ്ടിയോ? അതൊക്കെ കൊണ്ടാ അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം. അവൾ ഇതെല്ലാം ഒരഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ പറഞ്ഞു നിർത്തി. ഞാൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും എതിർത്ത് പറയാനുണ്ടായിരുന്നില്ല. കാരണം അവൾ പറഞ്ഞത് മുഴുവൻ എത്രത്തോളം ശരിയാണെന്ന് എൻ്റെ മനസ്സ് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ എന്നു മുതലാബി നിനക്ക് അന്യനായത്? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കേട്ടതും ഞാൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ നിന്നു. കുറച്ചുകൂടി കഴിഞ്ഞ് അവൾ അവളുടെ റൂമിലേക്ക് പോയി. എൻ്റെ മനസ്സിലപ്പോഴും അവൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഞാനെന്താ ചെറ്റയാണ് എന്ന് മനസ്സിൽ കരുതി. കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് എൻ്റെ റൂമിലേക്ക് നടന്നു. പോകുന്ന വഴി ഞാൻ അശ്വതിയുടെ മുറി തുറന്നു കിടക്കുന്നത് കണ്ടു. ഞാൻ അകത്തേക്ക് ഒന്ന് എത്തി നോക്കി. അവൾ എന്തൊക്കെയോ പേപ്പേഴ്സ് നോക്കുമായിരുന്നു. ഞാൻ കുറച്ചു നേരം അവളെ നോക്കി നിന്നു. പണ്ട് എൻ്റെ കൂടെ തന്നെയായിരുന്നു മുഴുവൻ സമയം അവൾ. എൻ്റെ ചേച്ചിമാർക്കെല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണെങ്കിലും അശ്വതി ചേച്ചി വ്യത്യസ്തയായിരുന്നു. ഞങ്ങൾ സഹോദരങ്ങളെക്കാൾ ഉപരി മരങ്ങൾ ഒട്ടുമില്ലാത്ത ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് മിണ്ടിയിട്ട് പോലും 3 വർഷമായി. അതാലോചിച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു നീറ്റൽ തോന്നി. ജനാലകളിൽ നിന്നും എവിടുന്നോ വന്ന ഒരു കാറ്റ്
ആ റൂമിലേക്ക് കയറി വന്നു. അതവളുടെ മനോഹരമായ മുഖത്ത് തൊട്ടും തലോടിയും പോയി. അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് വീണപ്പോൾ അതെടുത്തു മാറ്റണം നിന്നതും വാതിക്കൽ നിൽക്കുന്ന എന്നെ അവൾ കണ്ടു. ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. പുറത്തുനിന്നും റൂമിലേക്ക് കയറി വരുന്ന കാറ്റിൻ്റെയും താഴെ ഹോളിലുള്ള ക്ലോക്കിൻ്റെയും ശബ്ദവും ഒഴിച്ചാൽ വല്ലാത്തൊരു നിശബ്ദത ഞങ്ങൾക്ക് ചുറ്റും പടർന്നു നിന്നു. എൻ്റെ ശ്വാസഗതിയുടെ വേഗത കൂടി വന്നു. അതെൻ്റെ കാതുകളിൽ വലിയ മുഴക്കമായി കേൾക്കാമായിരുന്നു. ഓടിപ്പോയി അവളെ വാരിപ്പുണരാൻ, അവളോട് ഒരു പ്രാവശ്യം കൂടി സംസാരിക്കാൻ എനിക്ക് വല്ലാതെ കൊതിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഓർമ്മ കടന്നു വന്നു. നിറഞ്ഞ കണ്ണുകളോടെ എന്നെ, ഒരു പ്രേതത്തെ കണ്ട ഭയത്തോടെ എന്നെ നോക്കിക്കറിയുന്ന അവളുടെ മുഖം. പെട്ടെന്ന് തന്നെ ഞാൻ സ്വബോധത്തിലേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് ആ വാതിലടച്ച് കുറച്ചു നേരം അതിൻ്റെ പടിയിൽ പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. വേണ്ട, ഇനിയൊരു പ്രാവശ്യം കൂടി എനിക്കവളെ അങ്ങനെ കാണാൻ കഴിയില്ല, ഞാൻ മനസ്സിലുറപ്പിച്ചു. ശേഷം ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി ബെഡിലേക്ക് വീണു. മനസ്സിൽ അവളെ കാണുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇത്രയും വേദന എൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാവാം, ഞാൻ വേഗം മയക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോൾ ഈ കഥയുടെ ബാക്കി നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.